എല്ലാവർക്കും വണക്കം. ഇന്ന് വളരെ വേദനയോട് കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഹിന്ദുക്കൾ പൊട്ടന്മാരാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ്. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. സംഭവം രാവിലെ എണീറ്റ സമയത്തെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഒരു കാർഡിൻ്റെ വിവാദമായിട്ട്, അതായത് വിഷുദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ്റെ പീസൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭഗവാനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാർഡിറക്കി. അത് ചേർത്തലയിലാണ് സംഭവം. പിന്നീട് കോഴിക്കോട് ഒരു കാർഡ് കൃഷ്ണൻ ചിക്കൻ്റെ പീസ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. തിരുവനന്തപുരത്തും സമാനമായ ഒരു കാർഡ് ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഇത് പ്ലാനിങ് ആണ്. ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതികരിക്കണം. അപ്പോൾ ഞാൻ ഇത് മൊബൈൽ കണ്ട സമയത്ത് മറ്റുള്ള ന്യൂസുകളിൽ വരില്ല എന്ന് എനിക്ക് അറിയാം, വന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ജനം വെച്ച് നോക്കി. അപ്പോൾ അത് ഉറപ്പിച്ചപ്പോൾ അപ്പോൾ മുതൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പന്നിക്കൂട്ടങ്ങൾ, ഏത് തന്തയ്ക്ക് പിറക്കാത്ത പന്നിക്കൂട്ടങ്ങളായാലും അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ആരാധിക്കുന്ന, എന്നെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഗുരുനാഥന്മാരും പഠിപ്പിച്ചു തന്ന് ഇതാണ് ഈശ്വരൻ, ഇതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്, അതിനെ ഫോളോ ചെയ്യുന്ന ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഞാൻ ഭഗവാൻ കൃഷ്ണൻ എൻ്റെ ദൈവമായി കരുതുന്നു എന്ന് വിചാരിച്ച് എനിക്ക് യേശുദേവനെ ഇഷ്ടമാണ്. എനിക്ക് കൃഷ്ണനെ ഇഷ്ടമുള്ളതുപോലെ യേശുദേവനെ ഇഷ്ടമാണ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ ബഹുമാനം കാണിച്ച് മുന്നോട്ട് പോകാറുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മതങ്ങളെ തമ്മിൽ തല്ലുകൂടിക്ക് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി വളരെ പ്ലാനിങ്ങോട് കൂടി, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നം കേരളത്തിലാണ്. ഇതിനെതിരെ കേസൊന്നും എടുക്കാൻ നിൽക്കണ്ട. കാരണം എന്താ പറയുക, അപ്പോൾ അതിനെതിരെ കേസെടുക്കാതെ ഈ പറഞ്ഞതിനെതിരെ കേസെടുക്കാനുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രതികരിക്കും. ഹിന്ദുക്കൾ എല്ലാവരും പ്രതികരിക്കും. ഈ BJP പ്രതികരിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ള പാർട്ടിക്കാർ ഒട്ടും പ്രതികരിക്കില്ല. BJP ഇതിന് കൂട്ടുനിൽക്കും. അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കൂടെ ഇവന്മാർക്കെതിരെ നിൽക്കാൻ നിൽക്കും. ഇനിയിപ്പോൾ അവർ നിന്നില്ലെങ്കിൽ പോലും വിശ്വ ഹിന്ദു പരിഷത്തിലെ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ എന്ന് മാത്രം പറഞ്ഞ പോലെ എല്ലാവരും, മറ്റുള്ള മതങ്ങളിലുള്ളവരും വിശ്വാസികൾ എല്ലാവരും വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു. കുറച്ച് പേർ ഒഴികെ, അതായത് മത തീവ്രവാദം തലക്കി പിടിച്ച് വട്ടിപ്പിടിച്ച് നടക്കുന്ന പൊട്ടന്മാരുണ്ട്, അവരൊഴികെ എല്ലാവരും, കേരളമായാലും ഇന്ത്യയിലും ലോകമേ തറവാട് തനിക്ക് ചെടികളും എന്ന് പറഞ്ഞ് ആ പാട്ട് പാടിയില്ലേ, സുഖമായിരിക്കണമെന്ന് കാംക്ഷിക്കുന്നവരാണ്. എന്നാൽ വളരെ 10%, ഇപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലാണ് ഏറ്റവും പ്രശ്നം. പ്രിയമുള്ളവരെ, ഹിന്ദുക്കൾ ഒന്നിക്കേണ്ട സമയമായി, പ്രത്യേകിച്ച് വിശ്വാസികൾ ഒന്നിക്കേണ്ട സമയമായി. ഞാൻ സാധാരണ പേടിത്തൊണ്ടനാണ് കേട്ടോ, സാധാരണ എന്തെങ്കിലും പറഞ്ഞ് പേടിത്തൊണ്ട. പക്ഷേ എൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് എൻ്റെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടിയില്ല, ആരും പേടിയില്ല. കേസല്ല എന്ത് കുന്താനും പേടിയില്ല, എന്തിനെതിരെ നിൽക്കും ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്നിക്കേണ്ട സമയമായി. ഇനി ഉറങ്ങിക്കിടന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഒരു വ്യക്തികൾക്കോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയക്കാരനോ എതിരായി പറഞ്ഞല്ല ഞാൻ. അങ്ങനെ തോന്നുമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആദ്യം ഇതിൻ്റെ പിറകിൽ എന്താണെന്നാണ്. ഈ കാർഡിൻ്റെ പിറകിൽ അതുപോലെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന്മാർ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിലും മുകളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലാണ്. അതുമാത്രമല്ല, ഈ സമയത്താണ് നമുക്ക് BJP ആയാലും RSS ഒക്കെ ആയാലും ഗുണം ചെയ്യുന്നത്. ഉള്ള കാര്യം തുറന്ന് പറയാനല്ലോ. കാരണം ഇതിൻ്റെ കൂടെ നിൽക്കാനാണ് മറ്റുള്ള പാർട്ടിക്കാരുള്ളൂ. ഉള്ളിക്കൂടെ പുറത്തേക്ക് പുഞ്ചിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞു ആ സമയത്തൊക്കെ പുഞ്ചിരിക്കാൻ വരും. അല്ലാത്ത സമയത്തൊക്കെ ഈ കാടടിച്ചവൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ള ജനങ്ങളെ, വിശ്വാസികളെ, എന്തിനാണ് ഇതുപോലുള്ള പന്നിയുടെ മക്കളൊക്കെ കൂടെ നിൽക്കുന്നത്? ഞാൻ ടെൻഷനാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെതിരെ നിൽക്കുമ്പോൾ എല്ലാ ഹിന്ദു വിശ്വാസികളും, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, ഹിന്ദു വിശ്വാസികൾ, ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വാസികളുണ്ട്, മുസ്ലിങ്ങൾ വിശ്വാസികൾ, എല്ലാവരും നമുക്ക് നല്ല സ്നേഹബന്ധത്തോടുകൂടി വളരുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ കൈകൂപ്പി നമിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ, ഇതുപോലുള്ള മതവർഗീയത കാണിക്കുന്ന തെണ്ടികളോടാണ്. നിങ്ങളെ വെച്ച് വഴിക്കില്ല. ഇത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾക്ക് മുന്നിൽ